നമ്മൾ സുരേഷേട്ടൻ്റെ കടയാണ് ഈ കാണുന്നത്. അതിൻ്റെ നേരെ അടുത്തായിട്ടുള്ള ഫ്ലവറിൻ്റെ കടയാണ് ഈ കാണുന്നത്. നമ്മൾ റോട്ടിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് മഴവില്ലിനെ അനുസ്മരിക്കുന്ന രീതിയിൽ പല കളറുകളായിട്ട് ഉള്ള സെൻറ്ററിലുള്ള വരിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ നോക്കി കാണുമ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ റോഡ് സൈഡിലായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. നെല്ലൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരുപാട് ആംബുലൻസുകളൊക്കെ നിർത്തിയിട്ടതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ കൂടുതലും ഒമ്നിയാണ് ഇപ്പോഴും ആംബുലൻസായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം നമ്മളെ ടയർ ചെറുതായിട്ട് ഒരു പഞ്ചർ പോലെ അനുഭവപ്പെട്ട് എയർ പോവുകയാണ്. അതായത് അതിലേക്കൊരു ആണി തറച്ചതുകൊണ്ടാണ് എയർ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് മുന്നേ ടയർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടയർ മാറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ ഇവിടെ നിന്നാണ് മാറ്റിയത്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് തന്നെ എത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്നൊരു ഷോപ്പാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് തന്നെ നല്ലൊരു ഫ്ലവറിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇവിടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിയട്ടെ, നമുക്കിപ്പോൾ അങ്ങനെ അർജൻറ്റൊന്നുമില്ലല്ലോ. ചെരുപ്പ് മാറ്റില്ലെങ്ങനെ ഒന്നുകിൽ ചെരുപ്പ് പൊട്ടണം, ഇല്ലെങ്കിൽ ചെരുപ്പ് തേയണം, അപ്പോഴല്ലേ നമ്മൾ മാറ്റുള്ളൂ. അതേപോലെ തന്നെ ടയറിൻ്റെ അവസ്ഥയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഒരേ പിടുത്തം റോഡ് മാർഗം മാത്രമുള്ള യാത്ര ഒന്നുമല്ലല്ലോ. കുറേ സ്ഥലങ്ങൾ കുറഞ്ഞ ദൂരം ഓടിക്കാണ്ടുള്ള കാഴ്ചകൾ കണ്ടുകാണ്ടുള്ള യാത്രയല്ലേ. അങ്ങനെ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ചെടികളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിക്കണ്ടായി. ഇവിടെ ഒത്തിരി ചെറിയ ചെറിയ ചെടികൾ, നല്ല അലങ്കാരപരമായിട്ടുള്ള ചെടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലും ഉണ്ടാവും, ഇതിലും വലുതൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുറമ്പോക്കായിട്ടുള്ള, അതായത് റോഡ് സൈഡിൽ ഇതുപോലെ ഷെഡ് കെട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഒരു കട മാതിരിയാണ് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മൂലക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കട മറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം, ഒരു വേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോകുമ്പോൾ രാത്രി ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് കെട്ടി വെച്ചിക്കാണ്ട് പോകുന്നതായിരിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഇവിടേക്ക് ഇതിന് വേണ്ടിയിട്ട് വന്നു, എയർ അടിക്കാനും ടയർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവർ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇതുപോലെ മകനെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടിമേ തന്നെ കയറ്റിയിരുത്തി. അവനും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ടൗണിൽ നിന്നൊക്കെ നേരിടാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ ഒരു എന്താ പറയുക, നമ്മളെ കൂടെ വരിക, നമ്മളായിട്ട് ഇങ്ങോട്ട് ഒരു സിമ്പിളായിട്ടുള്ള പോക്ക് മാത്രമാണ് എനിക്കിഷ്ടം. പിന്നീട് നമ്മൾ അവിടുന്ന് ടയർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം നെല്ലൂർ ടൗണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി പോകേണ്ടത് ആത്മക്കൂറ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാണ്. നെല്ലൂർ മക്കാമിൻ്റെ അടുത്തുനിന്ന് ഡ്രസ്സുകളൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ തോരിടാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഉച്ചക്ക് കൂടുതലും യാത്ര ഒഴിവാക്കലാണ്, കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ ഞാൻ ഇതുപോലെ റെസ്റ്റ് എടുക്കലാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ റോഡ് സൈഡിലായിട്ടാണ് ഇതുപോലെ അയൽ കെട്ടിക്കാണ്ട് പാറാതിരിക്കാൻ വേണ്ടിയിട്ട്, പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാറ്റത്ത് പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. നല്ല ചൂടാണെന്നുള്ളതാണ്. ഏകദേശം ഒരു 10-10:30 ആയിട്ടുള്ളൂ. നല്ല ചൂടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ഒരു ടോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാലിക്കിനെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ മാലിക്കിന് ചെറിയ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില്ലറ പണികളൊക്കെ നമ്മളും കുറേയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ മാലിക്കിനെ നമ്മൾ ഇതുപോലെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ, അല്ലെങ്കിൽ ഞാൻ കിടക്കാനൊക്കെ ഇതുപോലെ ആണ് ഞാൻ ഉപയോഗിക്കാറ്. രാത്രി കൂടുതലും പമ്പുകളിലൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുക. പിന്നീട് നമ്മൾ ആത്മക്കൂറ് എന്നുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് മനോഹരമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണെന്നുള്ളതാണ്. മലകളും കുന്നുകളും കൃഷി ഇടങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശങ്ങളാണ് കൂടുതലും ആന്ധ്രാപ്രദേശിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്.